ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 3-ാം അധ്യായം 3-ാം വാക്യം. ഹല്ലേലൂയ. യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ആലോചന. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ ഹല്ലേലൂയ, യഹോവ നിനക്ക് ചുറ്റും പരിചയായി. ഹല്ലേലൂയ. നിന്റെ മഹത്വമായി നിന്റെ തല ഉയർത്തുന്നവനായി തീരുന്ന പകൽക്കാലം ഒന്ന് പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുകയാ. ഏതെല്ലാം മേഖലകളിൽ ഹല്ലേലൂയ ശത്രു നിന്നെ താഴ്ത്തിയോ ഹല്ലേലൂയ, അവിടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിന്നെ ഉയർത്താൻ പോവുകയാ. ഹല്ലേലൂയ. ഇന്ന് പിൽക്കാലം ദൈവാത്മാവ് പറയുകയാ, ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു നന്മ കാണുകയില്ലെന്നും നീ ഒരു അനുഗ്രഹം പ്രാപിക്കുകയില്ലെന്നും ഹല്ലേലൂയ ഹല്ലേലൂയ നീ ജീവിതത്തിൽ ഒരു വിടുതൽ പ്രാപിക്കുകയില്ലെന്നും ഹല്ലേലൂയ ശത്രു വെല്ലുവിളിക്കുന്ന സ്ഥാനത്ത് ഇന്ന് പകൽക്കാല ഹല്ലേലൂയ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുക. യഹോവേ, നീ എനിക്ക് ചുറ്റും പരിചയ. നീ എന്റെ തല ഉയർത്തുന്നവൻ, എന്റെ മഹത്വമാ. ഹല്ലേലൂയ ദൈവം ചുറ്റും പരിചയമായി മഹത്വമായി നിൽക്കുന്നത് കൊണ്ട് അവൻ ശത്രുവിന്റെ നടുവിൽ നിന്റെ തലയെ ഉയർത്താൻ പോകുന്ന പകൽക്കാലം ഒന്ന് റീമന ഹത്തുരജകന ഘടകസി ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. ദൈവ പൈതലെ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ ഉയർത്തുവാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാല ഹല്ലേലൂയ അതുകൊണ്ട് ദൈവ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കി നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയത്തക്ക നിലവാരത്തിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ സഹായിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ ആലോചനയെ കൈമാറുകയാ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവം ഇതിനെ നീ വിശ്വസിക്കൂ. യഹോവ നിനക്ക് ചുറ്റും പരിചയം, നിന്റെ ജീവിതത്തിൽ നിന്റെ മഹത്വവും ശത്രുവിന്റെ നടുവിൽ നിന്റെ തലയെ ഉയർത്തുന്നവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.